ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന പേപ്പർ ഫ്ലവർ വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുത്താലോ. നമ്മളിവിടെ ചാർട്ട് പേപ്പറാണ് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും പല വലുപ്പങ്ങളിലുള്ള 3 റൗണ്ട് പീസുകൾ നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കണം. അതെല്ലാം നമ്മളിവിടെ പല വലുപ്പങ്ങളിലുള്ള അടപ്പുകൾ വെച്ച് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 3 നമുക്ക് വീണ്ടും മടക്കി കൊടുത്തതിന് ശേഷം ഫ്ലവർ ആക്കി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമുക്കത് മടക്കിയെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതിൽ ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതളുകളുടെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള 2 പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മളത് 3ഉം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഒന്നിന് മുകളിൽ ഒന്നായി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഫെവിക്കോളിൻ്റെ ബോട്ടിൽ വെച്ച് നമ്മളത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെയായിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചെടുത്തു. കെട്ടി കമ്പിയിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഈ ഒരു അറ്റം ഇതുപോലെ വളച്ചെടുത്തു. ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് ഫ്ലവറിൻ്റെ താഴെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മളത് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ആ കമ്പിയിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് സ്ക്രീനിന് താഴെ കൊടുക്കാം. ഇനി നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് തണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് കെട്ടുകമ്പിയുടെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കണം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവർ ഇതുപോലെ അതിന് മുകളിലായിട്ട് ഒട്ടിച്ചെടുത്തു. 3 പൂക്കളും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇലകൾ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതുപോലെ മടക്കി കൊടുത്ത് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ വെയിൻസിൻ്റെ ഭാഗങ്ങളെല്ലാം മടക്കി കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് തണ്ട് ഒട്ടിച്ചെടുക്കണം. ഇതിനകത്തേക്ക് നമ്മളൊരു കെട്ടുകമ്പിയുടെ പീസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെ 2 ഇലകൾ കൂടെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിൽ ഗ്രീൻ കളർ പേപ്പറിൻ്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഇനി നമ്മുടെ പൂക്കളെല്ലാം നമ്മൾ ഈ ഒരു പേപ്പർ ഗ്ലാസ്സിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. തെർമോക്കോളിൻ്റെ പീസെല്ലാം അതിനകത്ത് വെച്ച് കൊടുത്തു. അതിൻ്റെ നടുക്കായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഫ്ലവർ അതിലേക്ക് വെച്ച് കൊടുത്തു. സിമ്പിളായിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.